മോളുടെ അമ്മായി ഇപ്പൊ വരണം. ഫാത്തിമ ആരാണെന്ന് മനസ്സിലാവും. എന്നാലും ഇങ്ങനെയും കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാരുണ്ടോ? പെണ്ണുങ്ങളുടെ ശത്രുക്കൾ പെണ്ണുങ്ങൾ തന്നെയാ. ഒക്കെ നന്നായിന്ന് ചേച്ചി എനിക്ക് തോന്നുന്നേ. ചേച്ചി പോലെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായി. തോറ്റു പോകില്ല എന്നൊരു തീരുമാനം എടുത്തു. ഇപ്പം മനസ്സിന് നല്ല സന്തോഷമുണ്ട്. അയ്യോ അയ്യോ എന്തു പറ്റി? അയ്യോ കുഞ്ഞെ, എന്താ പറ്റിയേ? എന്താ പറ്റിയേ? ഒന്നുമില്ല. ഇത് അങ്ങോട്ട് ഇരി. എനിക്കൊരു ക്ഷീണം. കുഴപ്പമൊന്നുമില്ലല്ലോ. സർ നമുക്ക് ആശുപത്രി പോവാം. ഒന്നും വേണ്ട. കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നാ മതി. പേടിക്കണ്ട. ഞാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം. ഒന്നുമില്ല ശ്യാമേ. ദാ കുടിക്ക്. സർ നമുക്ക് ആശുപത്രി പോവാം സർ. ഹോസ്പിറ്റലൊന്നും പോണ്ട. ശരിയായി. ചൂടത്ത് നിന്നിട്ടാ. ഇതൊന്നും പരിചയമില്ലാത്തവരല്ലേ രണ്ടുപേരും. ഒരു കാര്യം ചെയ്, മോളെ കുറച്ചു നേരത്തേക്ക് കച്ചവടമൊന്നും വേണ്ട. രണ്ടുപേരും കൂടെ എന്റെ വീട്ടിലേക്ക് വാ. വേണ്ട ചേച്ചി, ഒന്നും വേണ്ട. ഇപ്പൊ ശരിയായി തുടങ്ങി. ചേച്ചി പൊയ്ക്കോ, കുഴപ്പമില്ല. എന്റെ നമ്പർ ഉണ്ടല്ലോ, എന്തുണ്ടെങ്കിലും വിളിക്കണം. ദാ. ശരി ചേച്ചി. സർ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരുവിധം ശരിയായി. നല്ല ചൂടായിരുന്നല്ലോ. ദൈവമേ, നിനക്ക് ചൂടൊന്നും അറിയുന്നില്ലേ? ചൂടൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ ക്ഷീണം തുടങ്ങുമ്പോൾ ഭാവിയെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ആലോചിക്കും. അപ്പൊ ക്ഷീണമൊക്കെ അങ്ങ് പോവും. സർ, ഞാൻ കാരണം സാറിന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടി വന്നത്. ഒന്ന് വെറുതെ ഇരിക്കും ശ്യാമ. അമ്മ പറഞ്ഞ പോലെ എന്നെ തൽക്കാലത്തേക്ക് കൈ ഒഴിഞ്ഞായിരുന്നെങ്കിൽ സാറിന് ഈ കഷ്ടപ്പാടൊന്നും അറിയേണ്ടി വരില്ലായിരുന്നു. ശരി, എന്നാ പിന്നെ ഞാൻ പോയേക്കാം. സാർ, സാറിന്റെ ഈ ബുദ്ധിമുട്ട് കണ്ട് ഞാൻ പറഞ്ഞു പോയതാ. സാറ് പോയാ പിന്നെ ഞാനില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, മരണത്തിന് മാത്രമേ നമ്മളെ പിരിക്കാൻ സാധിക്കൂ. ഇല്ല, മരിച്ചാലും നമ്മൾ പിരിയില്ല. ശ്യാമേ, ആളില്ലേ? സാർ ഇവിടെ ഇരിക്കുക. ക്ഷീണമൊക്കെ മാറി പതുക്കെ വന്നാൽ മതി. കുഴപ്പമില്ല. ഇവിടെ ഇരിക്കാൻ എന്താ വേണ്ടേ? 1/2 കിലോ ബീറ്റ്റൂട്ട്. ക്യാരറ്റ് വേണ്ടേ? വേണം.